എല്ലാ സിനിമയും പോലെ തന്നെയാണ് തുടങ്ങിയത്. പക്ഷേ വ്യത്യാസം സിനിമയിലെ എൻ പ്രോഡക്റ്റിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത് ദിലീപും പിന്നെ ഇതിൻ്റെ സ്റ്റോറി വിവേക് ഷാഹിം എന്ന് പറഞ്ഞ രണ്ടുപേരും അവർ വന്നിട്ട് നറേറ്റ് ചെയ്തു. കേട്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പിന്നെ സന്തോഷമാണ്, എനിക്ക് സന്തോഷമാണ് സ്ക്രീൻ പ്ലേ എന്നുകൂടെ കേട്ടപ്പോൾ കൂടുതൽ സന്തോഷമായി. അപ്പോൾ അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഹോൾസം എന്റർടൈൻമെന്റ് ഫിലിമാണിത് എന്ന വിശ്വാസത്തോടെയാണ്, ഉറച്ച വിശ്വാസത്തോടെ തന്നെയാണ് കയറിയത്. അവസാനം അങ്ങനെ തന്നെ വന്ന് പോയിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. സോ എൻജോയ് വാച്ചിങ് ഇറ്റ്. ഈ പടം നിർമ്മിക്കുന്നത് ബെൻസി പ്രൊഡക്ഷനാണ്. നസർ സാർ, ആദ്യം അവർക്ക് നന്ദി പറയുന്നു. ഇതൊരു പടത്തിന്റെ പേര്. ഈ പടം ഒരു ത്രില്ലർ മൂവിയാണ്. പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്ന എല്ലാ എലമെന്റുകളും ഇതിലുണ്ട്. ഫാമിലി ഉണ്ട്, കോളേജ് ഉണ്ട്, എല്ലാം അടങ്ങിയതാണ് ഈ സിനിമ. ഞാനിപ്പോ ഇതായി പടം നല്ലൊരു പടമാണ്. എല്ലാവരും കാണാൻ വിജയിപ്പിക്കുക. എനിക്കധികം പറയട്ടെ, എല്ലാവരും പടം കാണാം. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന പടം കണ്ടുകഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എല്ലാവരും പ്രേക്ഷകരും എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അതാണ് ബെൻസി പ്രൊഡക്ഷന് വേണ്ടി ഞാൻ എഴുതുന്ന രണ്ടാമത്തെ ചിത്രമാണത്. അസ്കറാണ് നായകൻ. അസ്കറിനെ വെച്ചാണ് ചിത്രം ചെയ്യേണ്ടത് എന്ന് പ്രീ പ്ലാൻഡ് ആയിരുന്നു. അതുകൊണ്ട് ഒരു നായകനാര് എന്ന് മുമ്പിലുള്ളതുകൊണ്ട് ഒരു കമേഴ്ഷ്യൽ ചിത്രം എന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ എളുപ്പമായിരുന്നു. എനിക്ക് ആസാനായിട്ട് ഒരു പോലീസ് സബ്ജക്റ്റാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കഥയും തിരക്കഥയാണ് ഒരുക്കിയിരിക്കുന്നത്. എൻ്റെ മുൻ ചിത്രങ്ങളെ പോലെ അതിലൊരു ഔട്ട് ആൻഡ് ഔട്ട് പോലീസ് അല്ലെങ്കിലും അതിൽ ഫാമിലിയുണ്ട്, റൊമാൻസ് ഉണ്ട്. കാലികമായി പറയാൻ ശ്രമിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 21-ാം തീയതി പടം റിലീസ് ചെയ്യുന്നു. നമസ്കാരം. ബെൻസി പ്രൊഡക്ഷന്റെ എൻ്റെ ഫസ്റ്റ് സിനിമയാണ്. ഇതിനു മുന്നേ ഞാൻ രക്ഷാധികാരി ബൈജു, പ്രേമസൂത്രം, ഗ്യാമിനോസ് അങ്ങനെ കുറച്ച് മൂവീസിന്റെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ 21-ാം തീയതി മൂവി റിലീസാകാൻ പോവാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാനിതിൽ രാഹുൽ മാധവന്റെ പേരായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം മെയിനായിട്ട് പറയാനുള്ളത് എല്ലാവരും 21-ാം തീയതി സിനിമ കണ്ട് സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. ഞങ്ങളൊക്കെ വളർന്നു വരുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പൊ സപ്പോർട്ട് ചെയ്യണം. നമസ്കാരം. ബെൻസി പ്രൊഡക്ഷൻസിന്റെ കൂടെയുള്ള രണ്ടാമത്തെ സിനിമയാണ്. സിനിമയുടെ ഒരു പ്രധാന ഭാഗത്ത് സിനിമയുടെ നായകൻ അഷ്കർ ചെയ്യുന്ന കഥാപാത്രത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സഹായിക്കുന്ന ഒരു പോലീസുകാരനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. എല്ലാവരും പറഞ്ഞ പോലെ 21-ാം തീയതി സിനിമ റിലീസാവുകയാണ്. നിങ്ങളെല്ലാവരും സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഞങ്ങളെ അറിയിക്കുക. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പടം റിലീസാവുകയാണ് 21-ാം തീയതി. പടം കാണുക, നല്ല അഭിപ്രായങ്ങൾ പറയുക. പിന്നെ ഒരുപാട് സന്തോഷം സുഖങ്ങളുടെ കൂടെ സാഞ്ചിയുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത്. സന്തോഷത്തോടെ വർക്ക് ചെയ്യാൻ സാധിച്ചത്. അപ്പൊ ഇനിയും നല്ല പടങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു. ഞാൻ അബിൻ എന്നാണ് എൻ്റെ പേര്. ഞാൻ ഫസ്റ്റായിട്ട് ത്രൂ ഔട്ടായിട്ട് ഒരു പടം ചെയ്യുന്നതാണ്. 21-ാം തീയതി റിലീസാണ്. നിങ്ങളെല്ലാവരും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് പടം വിജയിപ്പിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ കേസ് ഡയറി എന്ന് പറഞ്ഞ സിനിമ ആക്ഷൻ മൂവിയാണ്. അതിലൊരു ക്രൈമുണ്ട്, അതിലൊരു കുറ്റാന്വേഷണമുണ്ട്, അതിൽ സാറ് പറഞ്ഞ പോലെ റൊമാൻസ് ഉണ്ട്, അതിൽ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂഡുണ്ട്, ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ പറയുന്നുണ്ട്. അപ്പോൾ ഈ എലമെൻ്റ് എല്ലാം ചേർത്ത് പിടിച്ചിട്ടാണ് എനിക്ക് എൻ്റെ പോലീസ് കഥാപാത്രത്തിൻ്റെ പേര് ക്രിസ്റ്റി സാം എന്നാണ്. ഈ ക്രിസ്റ്റി സാം ഇവരിലൂടെ എല്ലാം സഞ്ചരിച്ച് പോയി ക്ലൈമാക്സിലെത്തുന്നതാണ് ആ ഇൻവെസ്റ്റിഗേഷൻ ഫിനിഷ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ എലമെൻറ്റ്. കൂടുതലൊന്നും നമുക്ക് സിനിമയെ പറ്റി പറയാൻ പറ്റത്തില്ല. കാരണം സസ്പെൻസ് ഇൻവെസ്റ്റിഗേഷൻ മൂവി ആയതുകൊണ്ട് ക്രൈം ത്രില്ലറല്ലേ, നിങ്ങൾക്കറിയാമല്ലോ.
നമുക്ക് തിയേറ്ററിൽ തന്നെ നിങ്ങളെല്ലാവരും 21-ാം തീയതി വന്ന് കാണുക, ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മാധ്യമപ്രവർത്തകരെ നിങ്ങൾ തന്നെ മീഡിയ മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുക, തിയേറ്ററിൽ എത്താൻ അവർക്കൊരു പ്രചോദനം കൊടുക്കുക. നല്ല നല്ല മൂവികൾ ഇനിയും വരട്ടെ, നമ്മുടെ മൂവികൾ പോലെ. അതുപോലെ ബെൻസി പ്രൊഡക്ഷൻ്റെ 3ാമത്തെ മൂവിയാണ് ഞാൻ അഭിനയിക്കുന്നത്. അതിന് എനിക്ക് അവസരം തന്ന എൻ്റെ പ്രൊഡ്യൂസർ ബെൻസി നാസർ സാറിനോട് ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ക്രിസ്റ്റി സാം എന്ന് പറഞ്ഞൊരു കഥാപാത്രം എഴുതുന്ന ആ കഥാപാത്രം തന്ന AK സന്തോഷ് സാറിനോട് ഒരുപാട് നന്ദി. എൻ്റെ ഡയറക്ടർ ദിലീപ് സാർ, അദ്ദേഹത്തിന് നന്ദി പറയുന്നു. പിന്നെ P. സുമാർ സാർ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഈ ക്യാരക്ടറിന് വേണ്ടി. എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് സന്തോഷം. മറ്റന്നാൾ സിനിമ റിലീസാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ടെൻഷനും ഒക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും അതിൻ്റെ ഒരു പുറകെ ഓട്ടത്തിലാണ്, യാത്രയിലാണ്. താങ്ക് യു. സിനിമയില് ബാലയുണ്ട്, റിയാസ് ഖാൻ, പിന്നെ ഏറ്റവും എടുത്തു പറയാനുള്ളത് വിജയരാഘവൻ സാർ, പിന്നെ സാക്ഷ്യ അഗവർ, അത് ചെന്നൈയിൽ നിന്ന് ഒരു ഹീറോയിന് നമ്മുടെ. പിന്നെയും ചെറിയ ബിജുകുട്ടൻ, അങ്ങനെ നിരവധി ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് അപ്പൊ അവർക്ക് അവിടെ എത്താൻ പറ്റിയിട്ടില്ലേ പടത്തില്. അവന്റെ റിയാസ്. അപ്പൊ പിന്നെ ഈ സിനിമ ശരിക്കും 2 ഘട്ടങ്ങളായിട്ടുണ്ട് ഞാൻ ഷൂട്ട് ചെയ്തത്. 2 ഘട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഈ പടം 2ാമത് ഷൂട്ട് ചെയ്തത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 2 കാലങ്ങളുണ്ട്. അപ്പൊ അതിന്റെ വേണ്ടിയിട്ട് നമ്മൾ നാച്ചുറൽ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് 2ാമത്തെ കാലം നമ്മൾ ഷൂട്ട് ചെയ്തത്. അങ്ങനെ വീണ്ടും സിനിമയുടെ ഒരു രീതി നമ്മൾ ഷൂട്ട് ചെയ്ത് എത്തിച്ചത്. അപ്പൊ നല്ല റിസ്ക് എടുത്തിട്ടാണ് ഈ സിനിമ നമ്മൾ ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത്. പിന്നെ സ്റ്റോറി കുറച്ചുകൂടി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഇവിടെ ഞാൻ അല്ല, ബേസിക്ക് പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇതിൻ്റെ ഒരു എപ്പോഴും സംവിധായകനേക്കാളും എഴുത്തുകാരനേക്കാളും മുന്നേ കീറി ചിന്തിച്ചു ഓടുന്നവരാണ് പ്രേക്ഷകർ. അപ്പൊ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ആവേശമൂത്ത് പറഞ്ഞാൽ ചിലപ്പോൾ അത് എന്തായാലും ഒരു ക്രൈം ആൻഡ് പോലീസ്, കളനും പോലീസ് തന്നെയാണ് കഥ. അത് പറയുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ട് പറഞ്ഞു എന്ന് തോന്നുന്നു. പ്രേക്ഷകരാണ് എന്റെ അവസാന വിധി എഴുതുന്നത്. അസ്കറിന്റെ ധ്യാനമായിട്ട് ചെയ്യുന്നവരാണ്. കാരണം മമ്മൂക്കയായിട്ട് ഞാൻ പടം ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ തൊട്ട് താഴെയുള്ള ഞാൻ ഇബ്രാഹിംകുട്ടിയെ വില്ലനാക്കി ഷാർജ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇബ്രാഹിംകുട്ടിയുടെ മകൻ മക്ബൂൽ സൽമാൻ അഭിനയിച്ച അസറുദ്ദീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ആ കുടുംബത്തിൽ നിന്ന് അസ്കർ, മമ്മൂക്കയുടെ പെങ്ങളുടെ മകൻ അസ്കർ, അവർക്ക് വീണ്ടും 2ാമത്തെ പടം DNA എഴുതുന്നത് 2ാമത്തെ പടം ക്രൈം കേസായിരുന്നു. ഇനി ഒന്നിപ്പഴിച്ചാൽ 3 എന്നാണ്, 2 ഇനി 1 സംഭവിക്കട്ടെ.